മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾക്കാട്ടിലെ കണ്ണേ. നിനക്ക് ഈ പാട്ടിൽ ആരോ കൈവശം തന്നിട്ടുണ്ട്. ഇതൊന്ന് കാടുകുലുക്കി നടന്നു വരുന്നു കരിമല പോലുരുവമ്പൻ. മുമ്പേ ചെന്നാൽ ചെമ്പുരിയെയും കൊമ്പിൽ കോർക്കും വമ്പൻ. പാപ്പി അപ്പച്ചാ വീടെത്തിയോ? പിന്നെ ഞാൻ കുടിച്ച വിവരം നാരായണ അറിയില്ല. അവള് ചീത്ത പറഞ്ഞ നിന്റെ കാത് പൊട്ടു. ഇപ്പൊ കേളപ്പേണ്ട കാതുകളോ? എന്റെ കാതിലോട്ട് അത് കേറില്ല. കൊല്ലക്കുടിയിലെ ഒച്ച കൊല്ലന് കേക്കൂല. പുഷ്പേ, പ്രകാശ, എല്ലാവരുടെ പേര് വിളിച്ച ഞാൻ നിനക്കൊരു വാഴക്കൊല കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഒരു മണം? നീ കുടിച്ചിട്ടുണ്ടാ? നീ തേങ്ങുണ്ടല്ല. മീൻകല്ലുണ്ട്. ലീല എവിടെ? ലീല എന്തിനാ ഇപ്പൊ കീല? ഇത് അവക്ക് കൊടുക്കാനാ. ഒരു ആട്ടിൻകുട്ടി, കുഞ്ഞു കുട്ടിയാ. ലീല ഓ ഇങ്ങോട്ട് തന്നാ മതി, ഞാൻ കൊടുത്തോളാം. പിടിപ്പത് പണിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാം. ഇത് ഞാൻ അവളുടെ കൊടുക്കൂ. ശല്യം. എടി ലീലേ, ദേ അവിടെ നിന്നാ മതി, അവളിങ്ങോട്ട് വന്നോളൂ. അല്ല, മീൻകറി നല്ല മുളകിട്ട് വെക്കണ നാരണേട്ടത്തി. ഞാനിന്ന് ഉണ്ടിട്ടേ പോവും. നീ ഉണ്ടിട്ട് പോയാ മതി കേട്ടോ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ആട്ടിൻകുട്ടി. എന്റെ കഴുത്തിലൊരു മണി കെട്ടണം. ഓടി കളിക്കുമ്പോ നിം 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 ദൂരെ കേക്കണം. കെട്ടിക്കൊടുക്കുവോ? എന്നാ കൊണ്ടുപോയി കൂട്ടിലാക്കിട്ട് വാ. ഞാൻ കൂടെ വരണോ? ഈ കേളപ്പേണ്ടതോട് നീ ഞാൻ മുറിക്കണോ അമ്മേ? വേണ്ട, നീ ആ കൂട്ടാൻ വറവിട്. ഇത് ഞാൻ നോക്കിക്കോളാം. ഇന്ന് ചോറിന്റെ പോണുള്ളൂ. ഈ കൂട്ടാൻ ഇത്തിരി വിഷം കലക്കി കൊടുത്താലോ ചേച്ചി? ഒന്ന് പതുക്കെ പറ. സാധനത്തിന് ഭയങ്കര എന്നെ വിളിക്കുന്നിട്ട് പോണോ? ഉണ്ടായിരുന്നു പഠിക്കടാ. നാരായണ, നീ ചീത്തായിട്ടില്ല നാരായണേട്ടത്തെ. ചൂണ്ടായിടുന്ന ചെറുക്കന്മാരെ മേടിച്ച. അതെ, ഈ ലീലയുടെ കല്യാണക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും എന്താ ചൂടില്ലാത്ത? ഞാൻ ആ തെല്ലാള് ഗോവിന്ദനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പറ്റിയ വല്ല ബന്ധം ഉണ്ടേ കൊണ്ടുവരാൻ. ഇക്കുറി കർക്കിട ആഴ്ച കലക്കുക. ഇന്ന് അസലൊരു ഈട്ടി തടിയാ വന്ന് ചാടിയത്. ഈ കാശ് എത്ര? അതെ, 12ാമത്തെ വയസ്സിൽ ഞാൻ പനിച്ച് വിറച്ച് കിടന്നപ്പോ എന്റെ നെറ്റിൽ ഉപ്പ് തുണി നനച്ചിട്ട് രാവോട് രാവ് പുഴ കടന്നു പോയി വൈദ്യനെ കൂട്ടിക്കൊണ്ടുവന്ന ആളാ കേളപ്പേട്ടൻ. ഈ വാതിലടച്ചാലൊന്നും ആ നന്ദി സ്നേഹവും മറന്ന് വേലായതിൽ ഇവിടുന്ന് പോവില്ല. പോയിക്കോണ്ട് അവിടുന്ന്. അടുപ്പത്ത് നല്ല തളച്ച വെള്ളം ഇരിക്കണത് എടുത്ത് ഞാൻ മുഖത്തേക്ക് ഒഴിക്കും. ഈ ചീത്തയും ബഹളം ഉണ്ടെന്നേ ഉള്ളൂ. ഉള്ളിൽ എന്നോട് സ്നേഹം എനിക്കറിയാം. അതെ, മീൻ കൂട്ടാൻ വേഗം വയ്ക്ക്, തിന്നിട്ട് പോണം. കേളപ്പേട്ടാ, നീ ഉണ്ടിട്ട് പോയാ മതി കേട്ടോ. ഒരു കണക്കിന് ഇയ്യാ ഭാഗ്യവാൻ. ആരോടും കണക്ക് പറയണ്ടല്ലോ. മഴ പെയ്താ 3 ദിവസത്തെ മെനക്കെട്. ഒരു തടി കിട്ടിയാ മതിയല്ലോ. ആ കൊല്ലത്തേക്ക് ഉസാറാക്കാനുള്ള പൈസയായി. ബാക്കി 362 ദിവസവും കള്ളും കുടിച്ച് രാജഭരണം. നസീബന്നെ. ഒലിപ്പിന് വരുന്ന മരം ആർക്ക് വേണേലും പിടിക്കാം. അടുത്ത മഴയ്ക്ക് ഹാജിയാരും കൈ നോക്ക്. ഹാജിയാർക്ക് പനിക്കും. മഴയാവട്ടെ, നോക്കാം. റഹീമേ, ഈ വേലായുധന്റെ മരമൊന്നുമില്ലേടോ? അതിനല്ലേ അളക്കണ ടേപ്പ് തരണേ. നിങ്ങൾ ഇത് എവിടെ കൊണ്ടുവച്ചത്? റഹീം ഇപ്പോഴും തപ്പി കളിക്കാ മോനെ. പോയിട്ട് വേറെ ജോലിയുണ്ട്. അതെ, 10-35,000 റുപ്യന്റെ മരമുണ്ട്. തൽക്കാലം ഒരു 500 ഇതാ. എന്നാ പിന്നെ ഒരു 1000 ആയിക്കോട്ടെ. വേണ്ട കേളപ്പേട്ട, കൈ വെച്ച വെറുതെ ചെലവായി പോകും. അത് നിന്റെ കയ്യിൽ വെച്ചാലല്ല, എന്റെ കയ്യിൽ ഇരുന്നോട്ടെ. 1000 ആയിക്കോട്ടെ. 1000. ഇത് വേറൊരു കാര്യത്തിനാ, പിന്നെ പറഞ്ഞുതരാട്ടാ. അജയരെ, ബാക്കിയുള്ള പൈസ ഇക്കുറി മൊത്തമായിട്ട് വേണം. അത് ശരി. കായ് ഒന്നിച്ച് തരണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ കച്ചവടം കൊണ്ട് ഞമ്മക്കൊരു ഗുണമുള്ളത്. ഇപ്പൊ എന്തേ? ഇനി വലിയ താമസമില്ലാതെ ലീലയുടെ കല്യാണം നടത്തണം. കേളപ്പേന്റെ മോളുടെ തിടുക്കത്തിന് 100-200 ചോദിച്ചാ കണാകൊണ പറയുന്ന നിങ്ങളെ ഒരു ആവശ്യത്തിന് നമ്പിക്കൂടാ. അതുകൊണ്ടാ. അല്ലടാ, തൽക്കാലം 500 മതിയായിരുന്നു അല്ലേ? അതല്ലേ ഞാൻ നേരത്തെ നല്ല മലയാളത്തിൽ പറഞ്ഞത്. ഇനി പോട്ട് വാ. ഇവന്റെ മൂത്തത് 2 പെണ്ണ. ഒരുപാട് പൊന്നും പണവും കൊടുത്തിട്ടാ ഞാൻ അതുങ്ങളെ കെട്ടിച്ചു വിട്ടത്. കാണാൻ മോശമായിട്ടൊന്നും അല്ല. ആണോ ഗോയിന? അത് രണ്ടും നല്ല ഫിഗർ അല്ലേ? കുട്ടിയെ എനിക്കിഷ്ടായി. ഇനി മറ്റു കാര്യങ്ങളൊക്കെ വളച്ചു കെട്ടില്ലാതെ പറയാലോ. എന്താ ഗോയിന? അതെ, അതെ. ഗോയിന്ന പറഞ്ഞതുകൊണ്ട് വന്നേ ഉള്ളൂ. ഇതുപോലൊരു കാട്ടുമുക്കിന്ന് എന്റെ മോനെ കെട്ടിക്കാൻ അങ്ങനെ വലിയൊരു താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. ഉള്ളത് പറയാലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും?
അതിപ്പോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ കരുതിയിട്ടില്ല. മൂത്തോളെ കെട്ടിച്ചതിന്റെ ക്ഷീണം അങ്ങോട്ട് മാറി വരുന്നേ ഉള്ളൂ. ആ ബന്ധം അങ്ങോട്ട് നേരെയായൂല്ല. എന്നാലും കെട്ടുപ്രായത്തിൽ ഒരു പെണ്ണ് നിൽക്കുമ്പോ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ തെങ്ങും പറമ്പ് എത്ര വരും കോവുന്ന? അത് 1.5 ഏക്കറെങ്കിലും ഉണ്ടാവും ഇല്ലേ കേളപ്പേട്ട? അതെ ഗോവിന്ദ, പറമ്പളക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങൾ കുറച്ച് കാശ് എഴുതിയിട്ടുണ്ട്. അത് പൊന്നായിട്ട് ഇവളുടെ കയ്യിലും കഴുത്തിലും ഇട്ടങ്ങ് തരും. അതിപ്പോ ഇത്ര അത്ര എന്നൊന്നുമില്ല. അക്കരയ്ക്ക് കെട്ടിക്കാൻ ഞങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല, അല്ലേ കേളപ്പേട്ട? അതല്ല വേല ഇതട്ടാ, ചെറുക്കൻ ഗൾഫാണ്. എന്ത് ഗൾഫ്? 10-20 കൊല്ലം തേനെ മുത്തേന്ന് പോറ്റി വലുതാക്കിയ കുട്ടി അങ്ങോട്ട് തരുമ്പോ ന്യായമായിട്ടും കാശ് ഇങ്ങോട്ടാ തരേണ്ടത്. അത് പോട്ടെ, 2 പെൺകുട്ടികളുണ്ടായപ്പോ എന്റെ പേരില് നാളെ കേളപ്പേനെ റോഡിലിറങ്ങി തെണ്ടാനൊന്നും പറ്റൂല. ഇവൻ ഏതാ? ഇത് വേലായുധൻ. കല്യാണ പെണ്ണിന്റെ ആരായിട്ട് വരും? അത് പെണ്ണിന്റെ ആരുമല്ല. ഈ കുടുംബത്തോട് സ്നേഹവും ഉത്തരവാദിത്വം ഉള്ള ഒരാളായിട്ട് വരുമെന്ന് കൂട്ടിക്കോ. എന്താ പറ്റില്ലേ? മൂപ്പര സ്നേഹ ഉത്തരവാദിത്വം മുള്ളംകുലിയിൽ ഫേമസാ, എല്ലാവർക്കും അറിയാം. അതെ നാരായണത്തെ, ഇത് ശരിയാവില്ല. നമുക്ക് വേറെ ആളെ നോക്കാം. കേളപ്പേട്ട, നമ്മുടെ കുട്ടിയെ ഇവർക്ക് കൊടുക്കുന്നില്ല. അവരോട് പോകാൻ പറ. ഇതാണോടോ സ്നേഹ ഉത്തരവാദിത്വം? ഇതകത്തോണ്ട് വയ്ക്കേ. ഇതെന്താ വിളിച്ചു പറ്റി ഓ, അപമാനിക്കാ? അപ്പൊ നീ മിണ്ടോ? ഗോവിന്ദ, ഇവനെ വിളിച്ചോണ്ട് പോടാ. പോകാം. എന്താണോ കളിയാക്ക? നിങ്ങൾ വരിന്ന് ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അതാ അമ്മാമാരെ നടക്കി സൂണ പോന്നോ 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 പോന്നോ. പൂനത്ര പങ്കജാക്ഷമേ, നിനക്കൊന്നും ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ. ഗൗളിബാൽ പോലത്തെ ഒരു പെണ്ണുണ്ട്, ഒന്നോട്ട് കൊടുക്കാനും വേണ്ട. ഇവൻ ആരാന്നോന്റെ വിചാരം? അതും സ്ലേറ്റ് പെൻസിൽ പോലത്തെ ഒരു പെണ്ണ്. ശ്രീധനൊന്നും കൊടുക്കാതെ അതിന് ആര് കെട്ടുന്ന? കെട്ടിച്ചുവിടാൻ ഉദ്ദേശം ഉണ്ടെങ്കിലല്ലേ 2 ആലോചനകൾ ഇങ്ങനെ മുടക്കിയാ പോരെ? പെണ്ണ് നിന്ന് പോവുമേ. എടോ വേലായുധൻ അതിനെ മൂക്കാൻ വെച്ചിരിക്കുക. തൽക്കാലത്തെ ആവശ്യത്തിന് മൂത്തു പാകമായ ഒരെണ്ണം വേറെ നിപ്പുണ്ടല്ലോ. അല്ലെങ്കിൽ ഒന്നും കാണാതെ അവൻ കേളപ്പിന് കള്ളും ചാരായും വാങ്ങി കൊടുക്കോ? നമുക്കാർക്കും വാങ്ങി തരുന്നില്ലല്ലോ. അതെ അതെ. ഇത് വേലായുധൻ 12ാമത്തെ വയസ്സിൽ പനിച്ചു കിടന്നപ്പോ നെറ്റിയിൽ ഉപ്പു തുണി നനച്ചിട്ട ബന്ധമല്ലേ? അതെ, പ്ലാവിലെ തന്നെ തിന്നുള്ളൂ എന്ന് വെച്ച് ഇവിടെ പട്ടിണി അടക്കുകയുള്ളൂ. വേണമെങ്കിൽ അങ്ങ് തിന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇതടുത്ത് പൈക്കൾ കൊടുക്കും. വേലായുധൻ ഇവിടെ ഉണ്ടോ? ഇത് വേലായുധന്റെ വീടല്ല. കേളപ്പെന്ന് പറഞ്ഞ ആളെ വീടാണോ? ആരത്? എന്റെ പേര് പരീത്, അക്കരക്കങ്ങാടിന്നാ. വേലായുധം പറഞ്ഞിട്ട് ഒരു കല്യാണ ആലോചനയും കൊണ്ട് വന്നതാ. നീ ചെന്ന് അച്ഛനെ വിളിക്കും. ഉമ്മറത്തേക്ക് കയറിയിരിക്കാം. ചെറുക്കൻ ITIയിലെ മാഷ. അമ്മ നേരത്തെ മരിച്ചുപോയി. അച്ഛൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാ. 2 പെൺകുട്ടികളുള്ളതിനെ കെട്ടിച്ചയച്ചു. ഇത് ഇളയാളാ. അത്യാവശ്യത്തിനുള്ള പറമ്പും സ്വത്തും ഒക്കെ ഉള്ള കൂട്ടരാ. അല്ല, ഇതിപ്പോ എന്ത് കൊടുക്കേണ്ടി വരും? അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ എത്രയാവാം. ഇനിയിപ്പോ ഒന്നും കൊടുത്തില്ലേലും വിരോധമില്ല. തറവാട്ടുകാരാ. കുട്ടിയെ ചെറുക്കന് കണ്ട് ഇഷ്ടായിട്ടുണ്ട്. അവരിവിടെ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ ഉത്സവത്തിന് ചെറുക്കൻ മാത്രം വന്ന് കണ്ടിട്ടുണ്ട്. ഇനി ഇപ്പൊ ആലോചിക്കാൻ ഒന്നുമില്ല. ഇതിനും മെച്ചപ്പെട്ടോ ഒന്നും കിട്ടൂല എന്ന് കുട്ടിക്കൊള്ളി. എന്താ എന്റെ കയ്യില്? ഒന്നില്ല. എന്തേടി? ഒരു കാര്യം പറയണ്ട്. അപ്പൊ ഉത്സവപ്പറമ്പിൽ എന്നെ കാണാനായിട്ട് എന്നെ വന്നതാ? അങ്ങനെ പറഞ്ഞത്. എന്തോ ഒരു വലിയ സന്തോഷം ഉണ്ടല്ലോ. ഉമ്മ അവള് കല്യാണം ഉറപ്പിച്ചെന്ന്. ഉറപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ ആഴ്ച ഒരു ദിവസം എന്നെ കാണാൻ വരുന്നുണ്ട്. ഇത് ഉറപ്പിച്ച പോലെ തന്നെയാ. എവിടെ പോട്ടോ, ഞാനൊന്ന് നോക്കട്ടെ. സാറ അയക്കണല്ല, എനിക്ക് നല്ല ചേർച്ചയുണ്ട് കേട്ടാ.